ഹായ് ഓൾ, ആൻഡ് ജോസഫ്. ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ SIP-യിലൂടെ 9,999 രൂപ നിക്ഷേപിച്ച് 5 കോടി മേൽ നിക്ഷേപം അല്ലെങ്കിൽ സമ്പത്ത് വളർത്തുവാൻ കോമ്പൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ സാധിക്കുന്നു എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. ഇന്ന് ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും മുഖ്യ പങ്കുവഹിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ഒന്നാണ് മ്യൂച്വൽ ഫണ്ട് SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, പല സാധാരണ ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുവാനും ലോങ് ടേമിലേക്ക് കോമ്പൗണ്ടിങ്ങിന്റെ ആ ഒരു കാര്യത്തോടെ നല്ലൊരു വെൽത്ത് വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ മ്യൂച്വൽ ഫണ്ടിലൂടെ 12% റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാം. അതിൽ മേൽ 15 വരെ മേലിൽ കൊടുത്തതായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നിരുന്നാൽ പോലും 10% കുറഞ്ഞ മാർക്കറ്റിൽ പോലും കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ പരമ്പരാഗത ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള FD RD നൽകുന്ന റിട്ടേണിനേക്കാൾ കൂടുതലാണെന്ന് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഏതൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യമായിട്ട് റിട്ടയർമെന്റ് ആകാം, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, മാരേജ്, അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുക, അല്ലെങ്കിൽ വീട് നിർമ്മിക്കുക, ഏത് തന്നെ ഗോൾ ആണെങ്കിലും അതിനനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ആ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഫണ്ടുകൾ ചൂസ് ചെയ്യാനും അതിലൂടെ ഈ ഗോളുകളൊക്കെ നേടിയെടുക്കുവാൻ മ്യൂച്വൽ ഫണ്ട് SIP സാധിക്കുന്നതാണ്. ചില മിക്ക ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിന്റെ ആ വോളറ്റാലിറ്റിയെ ഭയപ്പെടുന്നവരാണ്. മ്യൂച്വൽ ഫണ്ട് SIP-യിലൂടെ ഒരു ഡിസിപ്ലിനോടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിന്റെ വോളറ്റാലിറ്റിയെ ഭയക്കാതെ ആ ഇൻവെസ്റ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. മാർക്കറ്റ് താകുന്ന ആ അവസരങ്ങളിൽ കൂടുതൽ യൂണിറ്റ്സ് മേടിക്കുവാൻ ആ ഇൻവെസ്റ്ററിന് അവസരം ഒരുക്കുന്നു. അത് ആ മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന ആ സമയത്തും ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു ഇലിസ്ട്രേഷൻ നോക്കാം. ഒരു മ്യൂച്വൽ ഫണ്ട് SIP-യിലൂടെ അല്ലെങ്കിൽ 9,999 രൂപ വെച്ചിട്ട് 12% റിട്ടേൺ അസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് നേടിയെടുക്കാൻ സാധിക്കും നോക്കാം. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം 1 കോടി രൂപ അച്ചീവ് ചെയ്യുന്ന അല്ലെങ്കിൽ സമ്പാദ്യം നേടുന്നതിന് വേണ്ടി 21 വർഷത്തേക്ക് 12% റിട്ടേണിൽ 9,999 രൂപ മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നേടാൻ സാധിക്കും. ഇതേ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു 6 വർഷം കൂടി ഇൻവെസ്റ്റ്മെന്റ് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ 27 വർഷത്തേക്ക് 9,999 രൂപ 12% റിട്ടേൺ നൽകാൻ സാധിക്കുന്ന ഫണ്ടിലാണെങ്കിൽ അത് 2 കോടിയിലേക്ക് ആ സമ്പാദ്യം എത്തിക്കാൻ സാധിക്കും. ഇത് 3 കോടിയിലേക്ക് എത്തിക്കുന്നതിന് 30 വർഷം ഇതേ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് പോയാൽ നേടാൻ സാധിക്കും. 4 കോടിയിലേക്കാണെങ്കിൽ 33 വർഷത്തേക്ക് 9,999 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 12% റിട്ടേൺ കിട്ടുവാണെങ്കിൽ ആ ഇൻവെസ്റ്റർ നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ 5,51,00,000 രൂപ നമുക്ക് 35 വർഷത്തേക്ക് 9,999 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 12% റിട്ടേൺ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫിഗറും നേടാൻ സാധിക്കും. ഇതിന്റെ ഒരു നമുക്ക് ഒരു ഡിസിപ്ലിൻ, അതോടൊപ്പം തന്നെ കോമ്പൗണ്ടിങ്ങിന്റെ ആ ഒരു കരുത്ത് മൂലമാണ് ഇത് നേടിയെടുക്കാൻ ഏതൊരു ഇൻവെസ്റ്ററിനും സാധിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അവരുടെ ഗോൾ അനുസരിച്ചുള്ള റിട്ടേൺ മ്യൂച്വൽ ഫണ്ട് SIP-യിലൂടെ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വരുന്ന വർഷങ്ങളിൽ പുതിയൊരു നല്ലൊരു തീരുമാനം മ്യൂച്വൽ ഫണ്ട് SIP തുടങ്ങുന്നതിന് എല്ലാവർക്കും എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ Facebook പേജ് ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ കൊടുക്കുക.